ഇസ്രായേലിന്റെ കനത്താക്രമണത്തിന് ഇറാന്റെ തിരിച്ചടി കൂടി വന്നതോടെ ലോകം യുദ്ധഭീതിയിലേക്ക് നീങ്ങുകയാണ്. ഇസ്രായേലിന്റെ പ്രധാന നഗരങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ടിരുന്ന മിസൈൽ വർഷമായിരുന്നു ഇറാൻ നടത്തിയത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ജനവാസ കേന്ദ്രങ്ങളിലടക്കം മിസൈൽ പതിച്ചു. കനത്ത തിരിച്ചടി ഉറപ്പെന്ന് ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമീനി മുന്നറിയിപ്പ് നൽകിയതിന് പിന്നാലെയാണ് ഈ തിരിച്ചടി വന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഇറാനെതിരായ നീക്കങ്ങൾ വീണ്ടും ശക്തമാവുകയാണ്. ഇറാന്റെ തിരിച്ചടിയിൽ കനത്ത നാശനഷ്ടവും ആൾനാശവും ഇപ്പോൾ സംഭവിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇസ്രായേലിന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇറാന്റെ പ്രഹരം വന്നത്. അപ്രതീക്ഷിതമായ തിരിച്ചടിയിൽ പകച്ചുപോയി ഇസ്രായേൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ പ്രഹരശേഷി നമുക്ക് ഒന്ന് പരിശോധിക്കാം വിശദമായി. അതായത് വളരെ തന്ത്രം രൂപീകരിച്ചുകൊണ്ട് ആസൂത്രിതമായിരുന്നു ആ തിരിച്ചടി എന്നുള്ളതായിരുന്നു. ഏകദേശം 300ഓളം ബാലിസ്റ്റിക് മിസൈലുകളാണ് അവിടേക്ക് വർഷിച്ചത് എന്നുള്ളത്. അതായത് കണക്ക് കൂട്ടിയുള്ള ഒരു പ്രഹരമാണ് ഉണ്ടായത് എന്നത് വളരെ വ്യക്തമായിരുന്നു. അതായത് ഇസ്രായേലിന്റെ വിഖ്യാതമായിട്ടുള്ള ഈ അയൺ ഡോം സംവിധാനത്തിനൊക്കെ തന്നെ പ്രഹരം ഏൽപ്പിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു തിരിച്ചടി ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇനി ടെൽ അവീവിലേക്ക്, അതായത് പ്രധാനപ്പെട്ട നഗരമായ ടെൽ അവീവിലേക്ക് മിസൈലുകൾ പതിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പ്രഹരശേഷി വളരെ വലുതായി എന്ന് തോന്നിക്കുന്ന തരത്തിലായിരിക്കുന്നു ആ മിസൈൽ വർഷം, ബാലിസ്റ്റിക് മിസൈൽ വർഷം നടന്നത്. 3 മരണം, 40 പേർക്ക് പരിക്ക് എന്ന കണക്കാണ് ഇപ്പോൾ ഔദ്യോഗികമായി പുറത്തേക്ക് വരുന്നത്. അതായത് 150 മിസൈലുകൾ ആണ് വർഷിക്കപ്പെട്ടത് എന്നാണ്. അതേസമയം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും വരുന്ന വിശദീകരണം, കാരണം തിരിച്ചടി സംബന്ധിച്ച് ലോകരാജ്യങ്ങൾക്ക് മുൻപിൽ നൽകിയിരിക്കുന്ന ഒരു ഔദ്യോഗിക വിശദീകരണമാണ്. അതായത് ജെറുസലേമിൽ അടക്കം ഉഗ്ര സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ. അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതും ദൃക്സാക്ഷി വിവരണങ്ങളിലൂടെയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് വലിയ ശബ്ദം, ഉഗ്ര ശബ്ദം, അതായത് നിരവധി കെട്ടിടങ്ങൾ തകർന്നു വീണു എന്ന സംഭവം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. യുദ്ധവിമാനം തകർത്തു എന്ന് ഇറാന്റെ അവകാശവാദം പിന്നാലെ വരികയും ചെയ്യുന്നുണ്ട്. പൈലറ്റിനെ പിടികൂടി എന്നൊരു അവകാശവാദം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ആ ഒരു അവകാശവാദം ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും അവർ തള്ളുക കൂടി ചെയ്യുന്നുണ്ട്. വ്യോമ താവളങ്ങൾ കേന്ദ്രീകരിച്ച് നടന്ന പ്രധാനപ്പെട്ട ആക്രമണങ്ങളാണ് ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം വാദഗതികൾ, ഇറാന്റെ ഭാഗത്തു നിന്നുള്ള കനത്ത ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നുള്ള വാദങ്ങളൊക്കെ തന്നെ ഇസ്രായേൽ അതേസമയം നിഷേധിക്കുക കൂടി ചെയ്യുകയാണ്. നമുക്കിതിപ്പോൾ ഇറാന്റെ ഭാഗത്തുള്ള തിരിച്ചടി സംബന്ധിച്ച് പലവിധ ചർച്ചകളൊക്കെ തന്നെ ലോകരാജ്യങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അതായത് ഇനിയും ഒരു തിരിച്ചടിക്കുള്ള ശേഷിയുണ്ട്. മുന്നറിയിപ്പുകളൊക്കെ പല ഭാഗങ്ങളിൽ നിന്നും വന്നുകൊണ്ടേയിരിക്കുമ്പോൾ പശ്ചിമേഷ്യ അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഒരു ഭീതിയിലേക്ക്, യുദ്ധഭീതിയിലേക്ക്, ഒരു എക്സ്കലേറ്റഡ് വാറിലേക്ക് പോകുന്നു എന്ന ഒരു സ്ഥിതി വരികയാണ്. സുരേഷ് വെള്ളിമുറ്റം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സുരേഷ്, ഈ ഇറാന്റെ ആഘാതം ഇസ്രായേലിന് മേലുള്ളതാണ് നമ്മൾ വിവരിച്ചത്. ഇനിയുള്ള തിരിച്ചടിയും നമ്മൾ ഇന്ന് കണ്ടതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഏറ്റുമുട്ടലിലേക്കൊക്കെ പോകുമ്പോൾ ഒരു അറബ് രാജ്യങ്ങൾക്കിടയിലുള്ള ഭീതി, ഒരു മൂന്നാം കക്ഷി ഒരു സംയമന നീക്കം നടത്തിക്കഴിഞ്ഞാൽ അത് ഒരു തരത്തിലും ഏശില്ല എന്ന് വ്യക്തമായിക്കൊണ്ടാണ് ഇരു രാജ്യങ്ങളുടെയും പക്ഷത്തു നിന്നുള്ള നീക്കങ്ങൾ മുന്നോട്ട് പോകുന്നത്. എത്രത്തോളം സംഘർഷഭരിതമാണ് ഇപ്പോൾ പശ്ചിമേഷ്യ? ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു അറബ് രാജ്യത്തിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ഒരു മാധ്യസ്ഥ ചർച്ച ആരും തന്നെ മുന്നോട്ട് വെച്ചിട്ടില്ല. കാരണം ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനമായി ഇറാനും അമേരിക്കയും തമ്മിലുള്ള ആണവ ചർച്ചകളിലൊക്കെ തന്നെ മാധ്യസ്ഥ വഹിച്ചത് കഴിഞ്ഞ 6 ഘട്ട ചർച്ചകളിലും ഒമാനായിരുന്നു. ഒമാൻ വിദേശകാര്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് റോമിലടക്കം 5 ഘട്ട ചർച്ചകൾ നടന്നത്. 6ാം ഘട്ട ചർച്ച നാളെ നടക്കേണ്ടതായിരുന്നു. ആ ചർച്ചയിൽ നിന്നും ഒമാൻ പൂർണ്ണമായും പിന്മാറുന്നു. ആ പിന്മാറ്റത്തെ കുറിച്ച് തന്നെ ഇറാൻ പൂർണ്ണമായും പിന്മാറുന്നു. ആ പിന്മാറ്റത്തെ കുറിച്ച് ഒമാൻ പ്രതികരിച്ചത് തന്നെ കൃത്യമാണ്. ചർച്ചകൾ ഇവിടെ അവസാനിക്കുന്നു, ഇൻഡെഫിനിറ്റ് ആയിട്ട് അനിശ്ചിത കാലത്തേക്ക് ഇത്തരത്തിലുള്ള ചർച്ചകൾ അവസാനിക്കുന്നു എന്നാണ് ഒമാൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു വിധത്തിലുള്ള അനുരഞ്ജന ചർച്ചയിലേക്കും ഗൾഫ് രാജ്യങ്ങളുടെ ഭാഗത്തുനിന്ന്, പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ ഒരുപക്ഷെ മുന്നോട്ട് വരേണ്ടത് ഒന്നുകിൽ ഈ പറയുന്നത് പോലുള്ള ഒമാനോ അല്ലെങ്കിൽ ഖത്തറോ സൗദി അറേബ്യയോ, ഈ 3 രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഒരു അനുരഞ്ജന ചർച്ചയുടെ തലത്തിലേക്ക് ഇറാനും അടുക്കുന്നില്ല. കാരണം അതിന് നല്ല കൃത്യമായിട്ടുള്ള മറുപടി കഴിഞ്ഞ ദിവസം ഇറാൻ പറഞ്ഞിട്ടുമുണ്ട്. ഈ നാളത്തെ ചർച്ചയിൽ നിന്നും പിന്മാറുന്ന കാര്യത്തിൽ ഇറാൻ വ്യക്തമാക്കിയിട്ടുള്ളത് ഇങ്ങനെയുള്ള ചർച്ചകൾ ഇനി അർത്ഥവത്തല്ല, മീനിങ്ലെസ് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ചർച്ചയിലേക്ക് പോകുന്ന ഒരു
സാഹചര്യം ഇറാന്റെ ഭാഗത്തുനിന്നും നമ്മൾക്ക് കാണാൻ കഴിയുന്നില്ല. അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ഭാഗത്തുനിന്നും അത്തരത്തിലുള്ള ഒരു നീക്കവും ഇല്ല. ചുരുക്കത്തിൽ ഈ സംഘർഷം ഒരുപക്ഷെ കുറച്ച് കൂടുതൽ നാളത്തേക്ക് നീണ്ടു നിൽക്കാൻ തന്നെയാണ് സാധ്യത. മിഡിൽ ഈസ്റ്റിന് പ്രത്യേകിച്ച് വെള്ളിമുറ്റം വിവരിച്ചതുപോലെ തന്നെ ഈ സംഘർഷം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയിലേക്കാണ് നമ്മൾ പോകുന്നത്. സുരേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി എന്താണ്, കാരണം ഇപ്പോൾ എന്താണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു മധ്യസ്ഥ ചർച്ചകൾ അതൊക്കെ വഴിമുടങ്ങി പോവുകയാണ്. അപ്പോൾ ഇറാന്റെ ഭാഗത്ത് നിന്നും ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറയുന്നു. അപ്പോൾ ഇസ്രായേലും ആ രീതിയിലുള്ള നീക്കങ്ങൾ, കാരണം ഈ രാത്രി ഇനിയും വരുന്ന മണിക്കൂറുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ദിവസം ആ രാജ്യത്തെ സംബന്ധിച്ചോളം. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ മൂന്നാമതൊരു ഇടപെടലിന് ഒരു സാധ്യതയുമില്ല. അങ്ങനെയെങ്കിൽ ഈ യുദ്ധം നീണ്ടുപോയേക്കാം, തിരിച്ചടികളും രക്തച്ചൊരിച്ചിലും ഒക്കെ തന്നെ കാണേണ്ടി വരും. തീർച്ചയായും അതിന് ഒരുപക്ഷെ അത് കൂടുതൽ നീണ്ടുപോയേക്കാം. പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞായറാഴ്ച രാത്രിയൊക്കെ കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്നത്, അതായത് ഇന്ന് രാത്രി. അതാണ് മുൻപുള്ള യുദ്ധത്തിന്റെ ചരിത്രം. നമ്മൾ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ ഇതിൽ ഏറ്റവും നമ്മളെയൊക്കെ ആശങ്കപ്പെടുത്തുന്നത് ഒന്ന് ഗൾഫ് മേഖല, രണ്ട് പശ്ചിമേഷ്യ. ഗൾഫ് മേഖലയിൽ പലരുടെയും ജോലി പോലും നഷ്ടപ്പെടുമോ എന്നാണ് ഇന്ന് നമ്മളെയൊക്കെ വിളിച്ച് ചോദിക്കുന്നത്. കാരണം വിമാന സർവീസ്, യാത്രാ സർവീസ് മാത്രമല്ല, വിമാന സർവീസിൽ കാർഗോ പൂർണ്ണമായിട്ടും ഏതാണ്ട് നിലച്ചു പോകുന്ന സാഹചര്യം വരുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ഈ കച്ചവടം, വ്യാപാരം, വാണിജ്യം ഇതിനെയൊക്കെ കാര്യമായി തന്നെ ബാധിക്കും. ഉൽപ്പന്നങ്ങൾക്കൊക്കെ വില കൂടും. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലേക്കുള്ള ഉൽപ്പന്നങ്ങൾ, ഭക്ഷണ സാധനങ്ങളൊക്കെ പല രാജ്യങ്ങളിൽ നിന്നുമാണ് വരുന്നത്. അത് ഈ യുദ്ധമേഖലയിൽ നിന്ന് വരുന്നുണ്ട്. തുർക്കി, അതുപോലെ തന്നെ ജോർദാൻ, ആ മേഖലയിൽ നിന്ന് ലെബനൻ അടക്കമുള്ള മേഖലകളിൽ നിന്ന് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ യൂറോപ്പിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഈ ചരക്ക് ഗതാഗതത്തെ ബാധിക്കുമ്പോൾ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിക്കുമോ എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്കകളിൽ ഒന്ന്. രണ്ടാമത്തത്, ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ അവധിക്കാലം തുടങ്ങുകയാണ്. ഈ അവധിക്കാലത്ത് നാട്ടിലേക്ക് വരാൻ തയ്യാറായി നിൽക്കുന്ന നിരവധി കുടുംബങ്ങളുണ്ട്. ഇന്നലെ പുലർച്ചെ ദുബായിൽ നിന്നും കോഴിക്കോട്ടേക്ക് വരേണ്ട വിമാനമുണ്ടായിരുന്നു, സ്പൈസ് ജെറ്റ്. ആ വിമാനം ഇനിയും പുറപ്പെട്ടിട്ടില്ല. ഇന്ന് വൈകുന്നേരം പ്രാദേശിക സമയം 6:30 വിമാനം പുറപ്പെടുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷെ അക്കാര്യത്തിലും ഇപ്പോഴും ഒരു ഉറപ്പ് ഇതുവരെയും വന്നിട്ടില്ല. 130ഓളം മലയാളികളുണ്ട് ആ വിമാനത്തിൽ, സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉള്ള ആളുകൾ. ഇങ്ങനെയാണ് പല ഭാഗങ്ങളിൽ നിന്നുമുള്ള വിമാന സർവീസിനെ ബാധിച്ചിരിക്കുന്നത്. വിമാനങ്ങൾ റദ്ദാക്കുക. ഇപ്പോൾ UAE തന്നെ അല്പം മുൻപ് അറിയിച്ചിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, സംഘർഷബാധിത സ്ഥലങ്ങളിലേക്ക് പൗരന്മാരും പ്രവാസികളും പോകരുത്. രണ്ടാമത്തെ കാര്യം, വിമാന സർവീസുകളെ കാര്യമായി ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓൺലൈനായി നോക്കിയതിന് ശേഷം മാത്രം വിമാനത്താവളങ്ങളിൽ എത്തുക, നേരത്തെ എത്തുക. ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ട്രാവൽ അലർട്ടുകൾ എല്ലാ രാജ്യങ്ങളും ഇപ്പോൾ നൽകുന്നുണ്ട്. സുരേഷ് വെള്ളിമുറ്റമാണ് വിശദ വിവരങ്ങൾ നൽകിയത്. അപ്പോൾ ഈ യുദ്ധമുണ്ടാക്കുന്ന പരിണിത ഫലങ്ങൾ, ആഘാതങ്ങൾ അത് ആഗോള വിപണിയെ അടക്കം ബാധിച്ചിരിപ്പുണ്ട്. എണ്ണവില കുതിച്ചുയരുന്നു, സ്വർണ്ണവില ഒക്കെ തന്നെ കുതിച്ചിരുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. അത് തുടക്കമാണ്, ഈ യുദ്ധം തുടങ്ങുമ്പോഴാണ്. ഇനി ഇറാന്റെ പ്രധാനപ്പെട്ട സൈനിക കേന്ദ്രങ്ങൾ, ആണവ നിലയങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം നടന്നത് എന്നുള്ളതാണ്. എന്തൊക്കെയാണ് ഇസ്രായേലിന്റെ രണ്ടാമത്തെ ആക്രമണം സംബന്ധിച്ചും ഉണ്ടായിട്ടുള്ള ഹാനികരമായിട്ടുള്ള, വിനാശകരമായിട്ടുള്ള സംഭവങ്ങൾ നോക്കാം. ഇസ്രായേൽ ആക്രമണത്തിൽ 78 പേർ കൊല്ലപ്പെട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതൊരു ഔദ്യോഗിക സ്ഥിരീകരണമായി വരുന്നു. 324 പേർക്ക് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഇറാനിൽ 324 പേർക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. യസ്ഹാൻ, അടുത്തതായി നമ്മൾ വളരെ ഉറ്റുനോക്കുന്നത് യസ്ഹാനും നദൻസും തകർന്നു എന്നുള്ളതാണ്. കാരണം പ്രധാനപ്പെട്ട ആണവ കേന്ദ്രങ്ങൾ തകർത്തു എന്നാണ് ഇസ്രായേലിന്റെ വാദം വരുന്നത്. അപ്പോൾ ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് അറിയിക്കുകയാണ് എത്രത്തോളം പ്രഹരശേഷി ഉണ്ട് എന്നുള്ളത് അറിയിക്കുന്നുണ്ട്. ഫോർദോ ആണവ നിലയത്തിന് കേടുപാട്, പിന്നാലെ ഉണ്ടായ ആക്രമണമാണ്. അപ്പോൾ ഫോർദോ ആണവ നിലയം പ്രധാനപ്പെട്ട ഒരു ആണവ റിയാക്ടറൊക്കെ ഉൾപ്പെടുന്ന കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിൽ ആക്രമണം നടത്തിയിരിക്കുന്നു എന്ന അവകാശവാദം ഇപ്പോൾ വരുന്നു ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും. പിന്നീട് 3 സൈനിക ഉദ്യോഗസ്ഥരെ കൊലപ്പെടുത്താൻ കഴിഞ്ഞു. പ്രധാനപ്പെട്ട തസ്തികയിലുള്ള, നമുക്കറിയാം റവല്യൂഷണറി ഗാർഡ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട സംയുക്ത സൈനിക മേധാവി ഉൾപ്പെടെ കൊലപ്പെടുത്തിയതിനു ശേഷമാണ് ഈ 3 സൈനികരെ ഏറ്റവും ഒടുവിലായി കൊലപ്പെടുത്താൻ കഴിഞ്ഞു എന്ന് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും അവകാശവാദം വരുന്നത്. അത് ഇറാൻ ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടായിട്ടുള്ള വിനാശം സംബന്ധിച്ച് നോക്കുമ്പോൾ 3 ശാസ്ത്രജ്ഞരെ കൂടി വധിച്ചിരിക്കുന്നു. കാരണം കഴിഞ്ഞ ആദ്യ ഏറ്റുമുട്ടലിൽ അല്ലെങ്കിൽ ആദ്യ ആക്രമണത്തിൽ 6
പ്രധാനപ്പെട്ട മുതിർന്ന ശാസ്ത്രജ്ഞരെയാണ് വധിച്ചതെങ്കിൽ 3 പേരെ കൂടി കൊലപ്പെടുത്തിയിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത്. അതും പ്രധാനപ്പെട്ട തസ്തികയിൽ ഇരുന്ന ആളുകൾ ആണ് ഈ കൊല്ലപ്പെട്ടത് എന്ന കാര്യമാണ് ഇപ്പോൾ വരുന്നത്. ഇതോടുകൂടി 9 ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതായത് 9 ശാസ്ത്രജ്ഞരെ ഈ യുദ്ധത്തിലൂടെ വധിക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. 9 ശാസ്ത്രജ്ഞർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് ഇറാന്റെ ഭാഗത്ത് നിന്നുള്ള വിശദീകരണം കൂടി വരികയാണ്. ഇനി അടുത്തതായി ഇറാനിൽ വ്യോമപാത പൂർണ്ണമായും അടച്ചിരിക്കുന്നു. ഈ സംഭവവികാസത്തോടുകൂടി ഒരു ഹൈ ടെൻഷനിലേക്ക് പോകുമ്പോൾ വ്യോമപാത പൂർണ്ണമായും അടയ്ക്കുമ്പോൾ അത് ഇന്ത്യക്കടക്കം വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആക്രമിച്ചാൽ തിരിച്ചടിക്കുമെന്ന് അമേരിക്കയുടെ ഒരു പ്രതികരണം കൂടി ഈ ദിവസം വരികയാണ്. അതായത് ഈ ഒരുപാട് സൈനിക കേന്ദ്രങ്ങൾ ഈ ഭാഗങ്ങളിലൊക്കെ ഉണ്ട്. ഈ അറേബ്യൻ രാജ്യങ്ങളുടെ കീഴിലുണ്ട്. കുവൈറ്റിലടക്കം അമേരിക്കയുടെ സൈനിക താവളങ്ങളുണ്ട്. അവിടേക്ക് ഏതെങ്കിലും തരത്തിൽ ഒരു നീക്കം ഇറാന്റെ ഭാഗത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ശക്തമായി അമേരിക്കയുടെ ഭാഗത്ത് നിന്നും തിരിച്ചടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അമേരിക്ക ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത്. ഇറാൻ അമേരിക്ക ചർച്ചയടക്കം നടക്കില്ല എന്ന വിശദാംശങ്ങൾ കൂടി വരുമ്പോൾ പശ്ചിമേഷ്യ പൂർണ്ണമായും ഒരു സംഘർഷത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്.